അപ്പോൾ നമ്മൾ മുംബൈയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ബോട്ട് അപകടത്തിന്റെ വാർത്തയാണ്. 13 പേരുടെ മരണം സംഭവിച്ചൊരു അപകടമാണ്. അപകടം അതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ആ അപകടം മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് നമുക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. എന്താണ് പറയുക, സ്പീഡ് ബോട്ട് മറ്റൊരു ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായത്. 13 പേരുടെ മരണം സംഭവിക്കുന്നു. ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ചിലരുടെയൊക്കെ നില ഗുരുതരമാണെന്ന വാർത്ത കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു അല്ലേ? ഉല്ലാസയാത്രയ്ക്കായി എലിഫന്റ് കേവിലേക്ക് പോയ യാത്രാ ബോട്ടിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് അതിന്റെ വസ്തുത. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥെ, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തിൽ 13 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. തെരച്ചിൽ തുടരും എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഈ ബോട്ടുടമ കൃത്യമായി ആ ബോട്ടിൽ എത്ര പേരുണ്ട് എന്നൊരു കാര്യമൊന്നും പറയാൻ ഇന്നലെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പ്രജിൻ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പീഡ് ബോട്ട്, ഈ നേവിയുടെ ഈ സ്പീഡ് ബോട്ട് ഓടിച്ച ആൾക്കെതിരെ, ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ പോലീസ് എഫ്ഐആർ എടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. അപകടകരമായ വിധം ബോട്ട് ഓടിക്കുകയും അത് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഏതായാലും കേസെടുക്കുന്നത്. അതേസമയം യാത്രാ ബോട്ടുടമയെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ, വീഴ്ചകൾ, അത് ഈ അപകടം ഉണ്ടായതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നില്ല. പക്ഷേ ആളുകളുടെ മരണത്തിലേക്ക്, അതായത് ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി നൽകുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ആകെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്പീഡ് ബോട്ട് ഓടിച്ച ഉദ്യോഗസ്ഥരെതിരെ മാത്രമാണ്. ഏതായാലും തെരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. കാരണം എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. 100-ലേറെ പേർ ഉണ്ടാവും എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ നേവിയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ പോലും 90-ലേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, കുട്ടികൾ ചിലർ, കുറച്ചുപേരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒന്നും ടിക്കറ്റ് എടുക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് ഈ ടിക്കറ്റിന്റെ എണ്ണം നോക്കി മാത്രം ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരച്ചിൽ അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ബോട്ടുകളും ഒക്കെ തന്നെ ഈ രക്ഷാദൌത്യത്തിലുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടക്കും. രാവിലെ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുംബൈ തീരത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ വിനോദസഞ്ചാര കേന്ദ്രമാണ് എലിഫന്റ് കേവ്സ്. അവിടേക്ക് ടൂറിസ്റ്റുകളുമായി പോയ ബോട്ടാണ് ഈ വിധം അപകടത്തിലേക്ക് പെടുന്നത്. അതിനു മുമ്പ് ആ വഴി യാത്ര ചെയ്ത മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ ഒരു ഞെട്ടലോടെയാണ് ഈ സംഭവമൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അവർ യാത്ര ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ബോട്ട്, അതേ റൂട്ടിൽ യാത്ര ചെയ്ത മറ്റൊരു ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ഈ അപകടത്തിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ അടക്കം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആശുപത്രികളിൽ നിന്ന് പേര് വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ രക്ഷാദൌത്യവും അതിന്റെ തിരക്കുകളൊക്കെയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അവസ്ഥയിലൂടെയായിരുന്നു മുംബൈ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. അവർ സെന്റ് ജോർജ് ആശുപത്രിയിലാണ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നത്. ക്രിസ്റ്റീന.